മോർണിംഗ് ഫ്രണ്ട്സ്. യെസ്, ജോലിട്ടാന്ന് വെച്ചാൽ ഇനി അപ്പുറത്തെ വയൽ കൊയ്ത്ത് കഴിഞ്ഞു. മുഴുവൻ പക്ഷികളൊക്കെ വന്നിരുന്നു. അവരാ കറ്റ ഇതൊരു വിത്ത് വിതയ്ക്കാൻ വേണ്ടി വന്നപ്പോഴേ കർഷകരിങ്ങനെ ക്യൂ ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാനിവിടെ വരുന്ന എല്ലാ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവർ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പോയി. അപ്പോൾ ഈ ഇപ്പുറത്തെ വയൽ പോയി ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് കൊയ്യും. എക്സസൈസ് ചെയ്യാൻ വരുമ്പം നമ്മൾ ഈ കർഷകരുമൊക്കെ ആയിട്ട് സംവദിക്കാറുണ്ട്. അവരുടെ സന്തോഷത്തിൽ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരാറുണ്ട്. അപ്പോൾ അവർ പറയും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. എന്തായാലും നല്ല വിളവായിരുന്നു ഇപ്രാവശ്യം എന്ന് വിചാരിക്കുന്നത്. യെസ്, അപ്പം നമ്മുടെ നാടിൻ്റെ പുരോഗതിയും മുന്നോട്ടുള്ള പോക്കിനും വേഗത കാണുമ്പോൾ സന്തോഷമുണ്ട്. ഞാൻ ഈ ഡ്യുവൽ സിം ഇടുന്നത് അതൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടിയാണ്. മഞ്ഞത്ത് പുതഞ്ഞ് നിൽക്കുക ഈ വയൽ. ഇതാണ് നമ്മൾ ചോറായിട്ടും കഞ്ഞിയായിട്ടൊക്കെ കുടിക്കുന്നത്. നാടൻ ചോറെന്നും പറഞ്ഞ് നമ്മുടെ റേഷൻ കടയിലൊക്കെ വരുന്ന സാധനം ഇതാണ്. എത്ര സന്തോഷമല്ലേ! ഇതൊക്കെ എങ്ങനെയല്ലേ അതിൻ്റെ വിളവെന്ന് ആലോചിക്ക്. ഈ മഞ്ഞിങ്ങനെ അതിനെ പുതഞ്ഞ് പിടിച്ചിരിക്കുക. പുതഞ്ഞ് നല്ല ചൂടുണ്ട് പകൽ. അത് പാകത്തിന് വിളവാകുമ്പോൾ കൊയ്തെടുക്കുന്നു. നമ്മൾ അത് ഉപയോഗിക്കുന്നു അല്ലേ. ലിമിറ്റഡ് അളവിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം പഴയ പോലെ കാർബോഹൈഡ്രേറ്റ്സ് ആരും കഴിക്കുന്നില്ല, കാരണം ഡയബറ്റിക്കിൻ്റെ പ്രശ്നം കൊണ്ട്. അതിപ്പം വൈറ്റ് ഫുഡിനോടെല്ലാം ഒരു കൺട്രോൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ നെല്ല് തന്നെ തവിട് കളയാതെ എടുത്താൽ ഞാൻ അത്രയും അധികം ഉപയോഗിക്കുന്നത്. തവിട് 50% തവിടുള്ള അരി. എനിക്ക് വില കൂടുതലാണെന്ന് തോന്നുന്നു, പക്ഷേ ഡയബറ്റിക്കിന് നല്ലതെന്ന് പ്രൂവൺ ആയതുകൊണ്ട് ഞാനത് കഴിക്കുന്നുണ്ട്. ഓക്കെ, എനിഹൗ നമ്മൾ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ യൂട്യൂബിൽ ചാനൽ നമ്മളിപ്പം ഉണ്ടല്ലോ, ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഒരു പുതിയ വിഷയം നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരുടെ ജീവിതത്തിലെ വീക്ഷണങ്ങളെ പറ്റി ചില അഭിപ്രായങ്ങൾ. ഇപ്പം നമ്മൾ യൂട്യൂബേഴ്സ് പറയുന്നതെല്ലാം ശരിയാണെന്നോ ഒന്നും അഭിപ്രായം എനിക്കില്ല. പക്ഷേ അത് നിങ്ങളുടെ മനോമുഖരത്തിലൂടെ തപ്പിത്തടഞ്ഞ് പരിശോധിച്ച് പഠിച്ച് അതിൽ യോഗ്യമായി തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മളിപ്പോൾ ഒരു പഴക്കടയിൽ ചെന്നാൽ ഇഷ്ടംപോലെ പഴങ്ങളുണ്ടാകും. നല്ല പഴം തിരക്കി നമ്മുടെ കഴിവല്ലേ, നമ്മുടെ ആവശ്യമല്ലേ. അതുപോലെ എല്ലാ കാര്യവും സ്വയം പരിശ്രമിച്ചാലേ നടക്കത്തുള്ളൂ. മറ്റൊരാൾ നിങ്ങൾക്ക് കൊണ്ട് തരുമ്പം നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകത്തില്ല. ഞാൻ പോയിരുന്നെങ്കിൽ അല്പം കൂടെ മെച്ചപ്പെട്ട ഫ്രൂട്ട്സ് വാങ്ങാമായിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇങ്ങനെ വാങ്ങാമായിരുന്നു. ഇപ്പോൾ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കിടക്കും. അപ്പം ജീവിത വിജയത്തിന് ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങിയാൽ നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരാൻ മറ്റുള്ളവർക്ക് കഴിയും. പക്ഷേ ഉയരേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം ഒരു വിദ്യാർത്ഥി എങ്ങനെ പഠിക്കണം, അവൻ്റെ പഠന കാര്യങ്ങൾ അവനെങ്ങനെ ശ്രദ്ധിക്കണം, അവൻ മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണം, അവർ മറ്റുള്ളവരുടെ സമൂഹത്തിൽ പെരുമാറുമ്പോൾ എങ്ങനെ വേണം, ഒരു പ്ലാസ്റ്റിക് കഷ്ണം വഴി കിടക്കുന്നുണ്ട് അതെടുത്ത് പറയുന്ന പ്രത്യേക സ്ഥലത്തിടുക, അല്ല നമ്മുടെ വണ്ടിയെ സൂക്ഷിക്കുക, അങ്ങനെ അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെ പൂർത്തീകരണത്തിലാണ് ഒരു ഉത്തമ പൗരൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി ചില ടിപ്സൊക്കെ നമ്മുടെ ഓൾറെഡി ഉണ്ട്, അതൊന്നുകൂടെ ഒന്ന് പുനഃപ്രതീക്ഷിക്കാൻ പോവുകയാണ്. അപ്പം ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എനിഹൗ നമ്മുടെ നാടിനെ പറ്റി പറഞ്ഞാൽ 9 നാക്കാം നമുക്കല്ലേ. ഇത്ര സുന്ദരമായൊരു നാട്. കാരണം അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ യൂറോപ്പിലോ ഒന്നും പോകണ്ട, അതേ സ്റ്റാൻഡേർഡിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. ഏത് കാര്യം എടുത്താലും ഇന്ത്യയുടെ ഒരു പാർട്ടാണ് കേരളമെങ്കിലും പാർലമെൻറ്റിൽ പോലും പറഞ്ഞിട്ടുണ്ട് കേരളത്തെ ഇന്ത്യയുടെ സവിശേഷ സാഹചര്യം വെച്ച് പരിശോധിക്കേണ്ടതില്ല എന്നാണ്. കാരണം ഇതൊരു വ്യത്യസ്തമായ സമൂഹമാണ്. ഹൈലി എഡ്യൂക്കേറ്റഡ് കൾച്ചർഡ് ക്ലാസ്. മോർ ഓവർ വി ഹാവ് സോ മെനി എൻ്റർപ്രനേഴ്സ്. മോർ ഓവർ വി ഹാവ് സോ മെനി എഡ്യൂക്കേഷണലിസ്റ്റ്, ബിസിനസ് പേഴ്സൺസ്. മോർ ഓവർ നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുകയും സമ്പാദിക്കുകയും ചെയ്യുന്നു. പലതരത്തിൽ കേരളം വ്യത്യസ്തമാണ്. അപ്പോൾ ആ വ്യത്യസ്തമാകുമ്പം അതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്, നമുക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് എന്താ പറ്റിയത്, ഇപ്പോൾ അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേറ്റിനേക്കാൾ ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മൾ വന്നു. അപ്പം
നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ റോഡുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് കഴിഞ്ഞാൽ, ഗുഡ് മോർണിംഗ് മിസ്, കഴിഞ്ഞാൽ കാര്യം കൂടുതലും കൂടെ വ്യത്യാസം. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് കണ്ണൂർ പോയ കാര്യം ഞാൻ പറഞ്ഞു. എല്ലാം റോഡുകളൊക്കെ സൂപ്പറായി. ഞാൻ അന്തം വിട്ടുപോയി വാസം പറഞ്ഞ ആ ഡെവലപ്മെൻറ്റ്സ് കണ്ടിട്ട്. ഫ്ലൈ ഓവറുകളും റോഡുകളും എല്ലാമേ സൂപ്പർ. അപ്പോൾ സമൂഹത്തിൽ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു സമുദായത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഒന്നും മാത്രം നേട്ടമല്ല, ഇത് കേരളത്തിൻ്റെ ആകെ നേട്ടമാണ്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ജനപ്രതിനിധികളും, ഈ ഗവൺമെൻറ്റും ജനപ്രതിനിധി എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കൊരു വിചാരമുണ്ട് ഭരണകക്ഷിയിൽപ്പെട്ട മാത്രം ജനപ്രതിനിധികളാണ്. ഇതല്ല, 140 MLA അവരുടെ റോള് വഹിക്കുന്നുണ്ട്. അപ്പോഴാണല്ലോ ഈ ഭരണം ഇങ്ങനെ ഭംഗിയായിട്ട് പോകുന്നത്. പ്രതിപക്ഷം തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു, അവിടെ കിടന്ന് അലറുന്നു, അവർക്കെന്താ മാന്യന്മാരായിട്ട് നടന്നാൽ പോരെ. പക്ഷെ അത് ഈ ചൂണ്ടിക്കാണിക്കുമ്പോൾ എല്ലാം കറക്റ്റീവ് ഫോഴ്സായിട്ട് അവർ മാറുക, ഒരു ഓഡിറ്റ് ചെയ്യുന്നതിന് തുല്യം അത്. അപ്പം അത്തരത്തിൽ ശ്രേഷ്ഠമായതിനെ ശ്രേഷ്ഠമാണെന്ന് പറയാനും അതിനെ സ്വന്തമാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തെപ്പറ്റി നമുക്ക് എവിടെ നോക്കിയാലും ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഒരു ചെറിയ ഇഷ്യൂവിൽ പോലും ഗവൺമെൻറ് ശക്തമായി ഇടപെടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരു പയ്യൻ 5 പേരെ മർദ്ദിച്ചു വന്നു, ഒരാളിപ്പോൾ രക്ഷപ്പെട്ട് വരുന്നു. ആ വിഷയമായപ്പോൾ നമ്മുടെ ചാനലിലും എല്ലാം നമ്മൾ അതിനെപ്പറ്റി എതിർത്തു, സംസാരിച്ചു. പക്ഷേ ഇമ്മൻസ് ആക്ഷനാണ് ഗവൺമെൻറ് എടുത്തത്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ തെരുവീതികളിലും സ്കൂളിൻ്റെ വാതിലും കോളേജിൻ്റെ മുമ്പിലും എല്ലാം യൂണിഫോം ഇട്ട പോലീസുകാരെ കാണാൻ തുടങ്ങി. അവർ ബാരക്കിൽ നിന്നൊക്കെ പുറത്തിറങ്ങി, എക്സൈസുകാർ തയ്യാറെടുപ്പ് തുടങ്ങി, മയക്കുമരുന്ന് ലോബികളെ അടിച്ചമർത്താൻ തുടങ്ങി. നമുക്കറിയാം, മയക്കുമരുന്ന് ലോബി എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി പ്രൊഫഷണലായിട്ട് അവരത് ചെയ്യുന്നത്. അവർ അതായത് നാട്ടുകാരെതിർത്താൽ അവരുടെ വീട്ടിൽ കയറി തല്ലുന്ന രീതിയിലേക്ക് അവന്മാർ വന്നു. അപ്പോൾ പോലീസിനും എക്സൈസിനും എല്ലാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതാണ് സ്ഥിതി. അപ്പം ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി അതിനെ ഇപ്പോൾ എൻ്റെ DGP സ്വന്തം ഫോൺ നമ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിച്ചു, അത് നിങ്ങൾ പറഞ്ഞാൽ മാഫിയാക്കാരറിയത്തില്ല, അത് ഇന്നടുത്ത് വേലായുധന അല്ലെങ്കിൽ തങ്കപ്പന അല്ലെങ്കിൽ വർഗീസ അല്ലെങ്കിൽ മുഹമ്മദാ പറഞ്ഞെന്ന് അറിയത്തില്ല. DGPയുടെ ഫോൺ നമ്പർ പബ്ലിഷ് ചെയ്തിരിക്കുക, നമുക്കത് വിളിച്ച് പറയാം. അപ്പം മയക്കുമരുന്ന് നിയന്ത്രിക്കാൻ, ഹലോ ഗുഡ് മോർണിംഗ്, അപ്പം അതിനെ നിയന്ത്രിക്കാൻ പോലീസിന് മാത്രം പറ്റില്ല, എക്സൈസിന് മാത്രം പറ്റില്ല, എല്ലാ ജനങ്ങളും മുന്നിട്ടിറങ്ങണം. എന്തായാലും ഒരു നല്ല ഒരു ഇടപെടലാണ് ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന പത്രം പോലും അത് പറഞ്ഞു. ഗവൺമെൻറ് സടകുടഞ്ഞെഴുന്നേറ്റു എന്നാണ്. അതെ, എല്ലാ അർത്ഥത്തിലും ഈ ലഹരിയുടെ സോഴ്സ് അടച്ചിട്ടില്ല, നമുക്ക് വിശ്രമമില്ല. നമ്മുടെ ചെക്ക് പോസ്റ്റുകൾ മാത്രം പോരാ, ഓൺ ദ വേയിലും വണ്ടികൾ തടഞ്ഞ് പരിശോധിക്കണം. ഹൈ സ്പീഡ് ബൈക്കുകൾ, അത് സ്ത്രീകൾ ഓടിക്കുന്നതാണെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് പരിശോധിക്കണം. സ്ത്രീ പുരുഷൻ എന്നുള്ള കാലമൊക്കെ കഴിഞ്ഞു. സ്ത്രീകൾക്ക് അങ്ങനെ പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട കാലം കഴിഞ്ഞു. കാരണം എല്ലാ രംഗത്തും അവർ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. പലപ്പോഴും ഇപ്പോൾ കണ്ടോ, കഴിഞ്ഞ സ്വർണം പിടിച്ച കണ്ടോ, ഒരു സുന്ദരി സിനിമാ നടി, എത്ര 12.5 കിലോ സ്വർണം ഒറ്റയടിക്ക് പിടിച്ചത്. അപ്പം എല്ലാവരെയും പരിശോധിക്കണം, വാഹനങ്ങളും ഞാൻ പല പ്രാവശ്യം ബാംഗ്ലൂർക്ക് പോകുമ്പോൾ എൻ്റെ വണ്ടി ആരും തടഞ്ഞിട്ടില്ല. നമ്മൾ പാവമായിട്ട് തോന്നുന്നുകൊണ്ടായിരിക്കും. എത്ര പ്രാവശ്യം ഞാൻ പോകുന്നു ബാംഗ്ലൂർക്ക്. പക്ഷെ ഞാൻ പോകുന്ന പകലാണ്, രാവിലെ 5:30 വിട്ടാൽ 2:30 3 ആകുമ്പം നമ്മൾ ബാംഗ്ലൂർ ചെല്ലും. പകലേ പോരുള്ളൂ, രാത്രി പോകാറില്ല. പക്ഷെ എൻ്റെ വണ്ടി ആരും തടഞ്ഞിട്ടില്ല. ഇങ്ങനെ പോലീസ് ക്യാമറയൊക്കെ വെച്ച് ഇങ്ങനെ സാഹുതം വീക്ഷിക്കുന്ന കാണാം, പക്ഷെ തടഞ്ഞിട്ടില്ല. തടയണം, പരിശോധിക്കണം. മയക്കുമരുന്ന് ഏത് രീതിയിലാണ് വരുന്നത് നമുക്കറിയില്ല. അതുപോലെ മയക്കുമരുന്ന് പരിശോധിക്കാൻ വിദഗ്ധരായ ഡോഗുണ്ട്, ആ ഡോഗിനെ കൊണ്ട് വണ്ടികൾ പരിശോധിപ്പിക്കും. കാരണം നിങ്ങൾ ജസ്റ്റ് നോക്കി ബാഗ് തുറന്ന് നോക്കി ഡിക്കി നോക്കിയിട്ട് കാര്യമില്ല, അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അതിനുള്ള സ്നിഫർ ഡോഗ്സ് ഉണ്ടെങ്കിൽ അവരത് കണ്ടുപിടിക്കും. അതായത് ടോട്ടലി നമ്മളതിനെ അടിച്ചമർത്താൻ തയ്യാറെടുക്കണം. എക്സൈസും പോലീസും ഈ യൂണിഫോം ഇട്ട എല്ലാ ഫോഴ്സുകളും അതിന് തയ്യാറെടുക്കണം. ഇപ്പം ഞാൻ പറയാം, യൂണിഫോം ഇട്ട മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വണ്ടി പരിശോധിക്കുന്നുണ്ട്. അവർ അതിനോടൊപ്പം തന്നെ ഇതുകൂടെ നോക്കണം, എന്നിട്ട് പോലീസിനെ അപ്പോഴേ അറിയിക്കണം. അതുപോലെ ഫോറസ്റ്റ് വളരെ ശക്തമായൊരു അഭിമാനം, ഇന്ത്യക്കും കേരളത്തിലെ അഭിമാനപരമായ ഫോഴ്സാണ് കേരളത്തിലെ ഫോറസ്റ്റ് ഫോഴ്സ്. അവരെ അഭിനന്ദിക്കുകയാണ്. അവരുള്ളതുകൊണ്ടാണ് മൃഗങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ തൊലിക്ക് വേണ്ടിയും ഇറച്ചിക്ക് വേണ്ടിയൊക്കെ അതിനെ പിടിച്ചുകൊണ്ട് പോയത് ആ പിള്ളേർ. അപ്പോൾ അവർ ശക്തമായി അതിനെ സംരക്ഷിക്കുന്നു. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ പോലെ ഇത് വിഷയം ഒന്ന് നോക്കാനും സംശയം തോന്നിയാൽ അതോറിറ്റീസിനെ അറിയിക്കാനും പറ്റുമല്ലോ.
എല്ലാ യൂണിഫോം ഇട്ട് എല്ലാ ഫോഴ്സും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പോലും യൂണിഫോം ധരിക്കണം. അവർ ഇടപെടണം. ബസ് ഡ്രൈവർമാർ, ബസ് ജോലിക്കാർ എല്ലാവരും യൂണിഫോം ഇട്ട് എല്ലാവരും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കണം. ഓരോ കുടുംബനാഥയും ഇറങ്ങിത്തിരിക്കണം. കിട്ടുന്ന വിവരം SP-യുടെ അല്ലെങ്കിൽ DGP-യുടെ നമ്പരെ വിളിച്ച് പറയണം. അങ്ങനെ നമുക്ക് ഒന്നിച്ച് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാം, നമ്മുടെ നാടിനെ രക്ഷിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം വന്നാൽ എന്താ സ്ഥിതി? അപ്പുറത്തെ വർഗീസിൻ്റെ മോനല്ലേ ഡ്രഗിന് അഡിക്റ്റായത്, അപ്പുറത്തെ അബ്ദുള്ളക്കുട്ടിയുടെ മോനല്ലേ, അല്ലെ ഇപ്പുറത്തെ തങ്കപ്പൻ്റെ അല്ലേ? അങ്ങനെ വിചാരിക്കരുത്. സുരേഷ് കുമാറിൻ്റെ അല്ലേ വിചാരിക്കുക. ഇതെല്ലാം നമ്മുടെ മക്കളാണ്. ഏതൊരു കുട്ടിയും മയക്കുമരുന്ന് അടിമയായ നമ്മുടെ നാടിന് നഷ്ടം. അവനിലെ ആ ഒരു പ്രതിഭ ഈ രാജ്യത്തിന് നഷ്ടപ്പെടുക. അതുകൊണ്ട് നമ്മളെല്ലാവരും ജാതിമത ഭേദമന്യേ നമ്മുടെ സ്റ്റാറ്റസ് നോക്കൊണ്ട് നമ്മളെല്ലാവരും ഇറങ്ങിത്തിരിക്കണം. എവിടെ എന്ത് വിവരം കിട്ടിയാലും ഉടനെ പോലീസിനെ അറിയിക്കാൻ നമുക്ക് കഴിയണം. പോലീസിന്, എക്സൈസിനെയും ലോക്കൽ സ്റ്റേഷനിൽ പറയാൻ മടിയുണ്ട്, DGP-യെ വിളിച്ച് പറയും. DGP-യുടെ നമ്പറൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അല്ലെ സൈറ്റിൽ അടിച്ചാൽ മതി, അപ്പോഴേ കിട്ടും. അല്ലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പറഞ്ഞാൽ മതി, ആ നമ്പർ കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ സടകുടഞ്ഞ് എഴുന്നേൽക്കണം, മയക്കുമരുന്നിനെ അടിച്ചമർത്തണം. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണം. നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി അവരുടെ കയ്യിലാണ്. ആ ഒരു വിചാരത്തിൽ വേണം നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണാൻ. 2 കുഞ്ഞുമക്കൾ ഫിഷിങ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവർക്ക് വലിയ മീനെയൊക്കെ കിട്ടിയ ഒരു സന്തോഷത്തിലാണ്. പേരെന്താ മോനെ? അഭിനവ്. തൻ്റെ? വെരി ഗുഡ്. വീഡിയോയിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങളിപ്പം എൻ്റെ നടന്മാരായി. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. നിങ്ങളുടെ സ്കൂളിൽ മയക്കുമരുന്നൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അന്നേരം വീട്ടിൽ പറയണം കേട്ടോ, അല്ലെങ്കിൽ ആരും അറിയാവുന്നവരോട് പറയണം കേട്ടോ. യെസ്, നമ്മൾ സമൂഹം ഒന്നാകെ എഴുന്നേറ്റെങ്കിൽ ഈ ഇതിനെ തകർക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോയാൽ നമ്മുടെ നാട് നശിച്ചു അല്ലേ? ഓക്കെ, ഗവൺമെൻറ് അതിന് ബദ്ധശ്രദ്ധരായിരിക്കുന്നു എന്നുള്ളതിൽ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുന്നു. 140 MLA-മാരെ അഭിനന്ദിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. ഒരറിയിപ്പുണ്ട്. നമ്മുടെ നമ്മൾ ബാല്യം തൊട്ട് എൻ്റർപ്രണർ വരെയുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ അത് വരും. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനലിലാണ് വരുന്നത്. പോസിറ്റീവ് ചാനലാണ്. അപ്പം ജിമ്മിട്രിക്കോ സിനിമാടിയൊന്നുമില്ല. പോസിറ്റീവ് ക്ലാസ്സസും പോസിറ്റീവ് ടോക്കുമാണ്. സംടൈംസ് നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും. 100% ഞാൻ ഉറപ്പ് പറയുന്നില്ല. ചിലപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ ചിലപ്പം ചിലർ ഒരു വാക്കായിരിക്കും, ആ വാക്കിൽ നിന്ന് എൻ്റെ വീഡിയോയുടെ തന്തു രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിലപ്പം എൻ്റെ ടോക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ തന്നെ ഒത്തിരി പേരെ മാറ്റി മറിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇൻഡസ്ട്രീസിൽ ട്രെയിനറായിരുന്നപ്പം ഉണ്ടായ ചില സംഭവങ്ങളൊക്കെ പലപ്പോഴും ഞാൻ പറയാറുണ്ട്. എൻ്റെ വീട്ടിലിരിപ്പുണ്ട് ഒരു വലിയൊരു എന്നാ പറയുക, ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് തന്ന ആൾ അത് തരാനുണ്ടായ കാര്യം, അയാൾ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിങ്ങിന് പഠിക്കാൻ വന്നത് വേറൊരു വിഷയമായിട്ട്. പക്ഷേ എൻ്റെ ക്ലാസ്സിന് ശേഷം അയാൾ ആ പോയിൻ്റ് മാറ്റി വേറൊരു കാര്യം ചെയ്തു. ഒരു തടിയുടെ ബിസിനസ്സായിരുന്നു. എൻ്റെ ഫർണിച്ചറിൻ്റെ ആ ഇത് തുടങ്ങി ഭയങ്കരമായിട്ട് വിജയിച്ച് കഴിഞ്ഞാൽ പുള്ളി എനിക്ക് സന്തോഷത്തിൽ കൊണ്ട് തന്ന ഒരു ഗിഫ്റ്റ്. ഒറ്റ തടിയിൽ കൊത്തിയെടുത്ത ഒരു വള, ഇങ്ങനെ തടിക്കകത്തായത് കിടക്കും. ഞാനത് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്, ഒരു അഭിമാനമായിട്ട്. അപ്പം അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. ഒരു മാറ്റ് കമ്പനി തുടങ്ങാൻ വന്നൊരു വ്യക്തി ക്ലാസ്സിൽ ചോദിച്ചു, ഏറ്റവും കൂടുതൽ ബിസിനസ് സ്കോപ്പ് ഇന്ത്യയിൽ എന്തിനാണ്? അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ പറഞ്ഞു ഫുഡ് ആൻഡ് ക്ലോത്ത് ഇൻഡസ്ട്രിയാണെന്ന് പറഞ്ഞു. ഫുഡിനും ക്ലോത്തിനും ഇവിടെ ഒരിക്കലും ഷോർട്ടേജ് വരികയില്ല. ഭക്ഷണവും വസ്ത്രവും അതില്ലാതെ 100 കോടി 130 കോടി ജനങ്ങളങ്ങനെ ജീവിക്കും. അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതവർ ഗൗരവമായിട്ട് എടുത്തപ്പം അത് കാര്യമായിട്ട് വന്നു. ഒരാൾ ഒരു ബിസിനസ് തുടങ്ങി, മാറ്റ് കമ്പനി മാറ്റി വെച്ചിട്ട് ഫുഡ് റിലേറ്റഡ് ബിസിനസ് തുടങ്ങി. അയാളിന്ന് വമ്പനാണ്, വലിയ കോടീശ്വരനായിട്ട് മാറി. അപ്പോൾ അയാളും എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില അനുഭവങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ കേൾക്കുമ്പം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് കിട്ടി അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുക. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ.